ഇവരൊക്കെ ഈ മദ്രാസിലേക്ക് പോയപ്പോൾ ഇവിടെ അമ്മയും അച്ഛനും മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോവും, ആണോ? പോയി ഒരാഴ്ചയൊക്കെ നിന്നിട്ട് വരുന്നു. പാചകം ഉണ്ടോ? ഇഷ്ടം, അതും ഇഷ്ടം. ആണോ? നന്നായിട്ട് കുക്ക് ചെയ്യും? ഒരുമാതിരിയൊക്കെ ചെയ്യണമെന്ന് പറയണുണ്ട്. ഇവിടെയും വന്ന് ഒരുമാതിരിയൊക്കെ ചെയ്യും, ഇഷ്ടമാണ്. അപ്പം ഞാൻ ചോദിക്കും, ശരിക്കും സിനിമയല്ലേ ഇയാൾക്ക് ജോലി എന്ന് ചോദിക്കും. ഈ ഇവിടെ അമ്മ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അതായത് ലാല് കുസൃതി ഇവിടെ കാണിക്കുന്ന കുസൃതികളാണ് സിനിമയിൽ കാണിക്കുന്നത്. ഇവിടെ കാണിക്കുന്ന കുസൃതികൾ ഈ നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ ഇങ്ങനെ കട്ടിൽ കിടന്ന് പറയും, അങ്ങനത്തെ സാധനങ്ങൾ ചാടും, ഓടും, ഒച്ച വയ്ക്കും, മുറ്റത്തൊക്കെ കിടന്ന് ഓടും, മരത്തിമേലൊക്കെ കയറും. മരത്തിമേലൊക്കെ കയറിയിട്ട് ഇതൊരു പ്രത്യേക മൂഡ് വരണോ അതോ അങ്ങനെ സംഭവിക്കുമോ? രണ്ടും ഉണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങി റോഡിലേട്ടൊക്കെ ഓടിപ്പോവായിരുന്നു കൊച്ചിലെ, വളരെ കൊച്ചായിരിക്കുമ്പോഴൊക്കെ. കുതിരപ്പുറത്ത് പോകാമെന്നും പറഞ്ഞ് സങ്കല്പിച്ചുണ്ടങ്ങ് ഓടും. റോഡിൽ ചെന്നിട്ട് തിരിച്ചതുമാതിരി കുതിരപ്പുറത്ത് ഇങ്ങി വരും. ഈ പിന്നെ എന്തെങ്കിലും ഭ്രമങ്ങളുണ്ടോ? ഡ്രസ്സൊക്കെ ഇഷ്ടമാണ്, നല്ല ഡ്രസ്സ് ഇപ്പോഴും ഇഷ്ടമാണ്. വേറെ എന്തൊക്കെയാണ്? എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആഭരണമൊക്കെ ഇഷ്ടമാണ്, മോതിരം ഇഷ്ടമാണ്, നിറയെ ഇഷ്ടമാണ്. ഈ പഴയ വസ്തുക്കളോട് ഭയങ്കര ഇഷ്ടമാണ്, ഒരുപാട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോഴും കിട്ടിയാൽ വാങ്ങിക്കുമെന്ന് തോന്നുന്നുണ്ട്. അമ്മയ്ക്ക് അങ്ങനത്തെ ഇഷ്ടങ്ങളുണ്ടോ? എനിക്ക് അങ്ങനെയില്ല, പണ്ടുമില്ല. പണ്ടുമില്ല, ഇപ്പോഴും ഇല്ല. ഈ പിന്നെ സിനിമകളിൽ വളരെ ഒരുപാട് സംഘർഷങ്ങളുള്ള ഒരു ഫീൽഡാണല്ലോ സിനിമ. പ്രത്യേകിച്ച് ഇപ്പം പ്രൊഡ്യൂസറുമാണ്, ഡിസ്ട്രിബ്യൂട്ടറും എല്ലാം ആണ്. അപ്പോൾ ഒരുപാട് പിന്നെ സെറ്റ് ബാക്കുകൾ, നേരത്തെ നമ്മൾ വാനപ്രസ്ഥത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തിരിച്ചു കിട്ടില്ല എന്ന് ഉറപ്പ് ഉള്ള. പക്ഷെ അതിനെക്കുറിച്ചൊന്നും എല്ലാം കണ്ട് കൂടുതൽ ചിന്തിക്കത്തില്ല. എല്ലാം നല്ലതായിട്ട് വരും എന്നൊരു എപ്പോഴും നോക്കിയാലേക്ക് ശുഭാപ്തി വിശ്വാസമാണ് കൂടുതലും. എന്നോടും പറയാം അങ്ങനെ ആലോചിക്കാൻ പാടുള്ളൂ. വിഷമത്തോടൊക്കെ ഇരിക്കുമ്പോഴും പറയാം അമ്മ വിഷമിക്കാൻ പാടില്ല, നല്ലതാണ്, നല്ലതേ വരുള്ളൂ, അങ്ങനെ ആലോചിക്കാം, അത് നല്ലതല്ലേ, അങ്ങനെ ആലോചിക്കുന്നത് ശരിയല്ലേ.